ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദീപ മാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്ലീറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നമ്മൾ ഒരു സമ്മറൈസ്ഡ് രൂപത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ രൂപത്തിലുള്ളത് ടെക്സ്റ്റിലുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ദീപ മാലിക്കിൻ്റെ വെൽക്കം ടു ദ വീൽ ചെയർ ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമ്മറിയാണ് ഇനി പറയണത്. സോ ദീപ മാലിക് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു പാരാലിമ്പിക് മെഡലിസ്റ്റാണ്. അവർ റിയോ പാരാലിമ്പിക് ഗെയിംസിൽ സിൽവർ മെഡലിസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ജേണിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ദീപ മാലിക്, എ റിയോ പാരാലിമ്പിക് ഗെയിം സിൽവർ മെഡലിസ്റ്റ്, ഷെയർസ് എ ജേർണി ആൻഡ് മിഷൻ ടു മേക്ക് ഇന്ത്യ മോർ ഇൻക്ലൂസീവ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക്, അതായത് നമ്മൾ പറയില്ലേ ഇപ്പോൾ കാലിന് വയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി നടത്തുന്ന ഒളിമ്പിക്സിനെയാണ് പാരാലിമ്പിക്സ് എന്ന് പറയുക. സാധാരണ ഒളിമ്പിക്സ് നടന്നു കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞതും പാരാലിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള, സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒളിമ്പിക്സ്, സ്പോർട്സ് ഇവൻറ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഇന്ത്യയിൽ നിന്നിട്ടൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രധാനമായിട്ടുള്ള തീം മുൻനിർത്തിയിട്ടാണ് ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറയണത്. ആൻഡ് despite facing numerous challenges including societal perceptions of disability and a lack of support of para-athletes, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ പാരാ ഒളിമ്പിക്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാരാ അത്ലീറ്റ്സ് എന്നാണ് അവരെ പറയുക കേട്ടോ. ഇങ്ങനെ ഡിസേബിലിറ്റി ഉള്ള അത്ലറ്റുകളായിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സൊസൈറ്റിയൽ പ്രീ കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് സൊസൈറ്റിയിൽ ഒരുപാട് മുൻധാരണകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതല്ല, അങ്ങനത്തെ ഒരുപാട് സൊസൈറ്റിയൽ പ്രീ കൺസെപ്ഷനുകൾ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ഇവർക്ക് വേണം. അതായത് ഇവരൊരു സ്പോർട്ട് ഇവൻറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് സ്പോർട്സിൽ പങ്കെടുത്തിട്ട് ഒരു ഇന്ത്യയിലെ നാഷണൽ ഗെയിംസിലേക്ക് പോകാനുള്ള ലെവലിൽ സപ്പോർട്ട് തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കുള്ള സപ്പോർട്ടിൻ്റെ ലാക്കിങ്ങും അവരിതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then Deepa worked tirelessly to change the narrative around disability. അപ്പോൾ ചുറ്റുമുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള മുൻധാരണകൾ മാറ്റാനായിട്ടാണ് ഇവരുടെ ലൈഫ് ഇവർ മാറ്റി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ പറയാണ് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് സ്പോർട്സ് ഒരു പുതിയ ഐഡൻറ്റിറ്റി കൊടുത്തത്. ഷീ ഡിസ്ക്രൈബ്സ് ഹൗ സ്പോർട്സ് ഗേവ് ഹർ എ ന്യൂ ഐഡൻറ്റിറ്റി, ഹെൽപ്പിംഗ് ഹർ ബ്രേക്ക് ഫ്രം ബീയിങ് പെർസീവ്ഡ് ആസ് മിയർലി എ പേഷ്യൻ്റ് ഇൻ വീൽ ചെയർ. ഒരു വീൽ ചെയറിലുള്ള ഒരു പേഷ്യൻ്റ് എന്നല്ലാതെ അതിൽ നിന്നിട്ട് ഒതുങ്ങി ഇരിക്കാതെ ഇവർക്ക് എങ്ങനെയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഈ സ്പോർട്ട് കൊടുത്തത്. ഓക്കെ, ഈ ഒരു സ്പോർട്ടിൽ ജയിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ആ സ്പോർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് അവർക്ക് മോർ ദാൻ ഒരു വീൽ ചെയറിൽ അകപ്പെട്ട ഒരാൾ എന്നുള്ളത് നിന്നിട്ടും അതിനേക്കാൾ വലിയൊരു പേര് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ഇവർ റിയോ പാരാലിമ്പിക്സിൽ ഷോർട്ട് പുട്ടിനാണ് കേട്ടോ സിൽവർ മെഡൽ കിട്ടിയത്. സോ അവർ ഷോർട്ട് പുട്ട് എന്നുള്ള ഗെയിമാണ്, അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൂ. ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ടെക്സ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനും നിർബന്ധമായിട്ടും വായിക്കണം. ഓക്കെ, സോ എങ്ങനെയാണ് അവരൊരു സ്പോർട്സ് ഒരു എംപവർമെൻറ്റ് സിമ്പൽ ആയത്. ഓക്കെ, അതുപോലെ തന്നെ യൂസിങ് സ്പോർട്ട് ആസ് എ ടൂൾ ടു പ്രൊവൈഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റി ക്യാൻ ത്രൈവ് ആൻഡ് ലിവ് ഹാപ്പിലി. സ്പോർട്സിലൂടെ മനുഷ്യന് ഹാപ്പിനെസ്സോട് കൂടിയിട്ട് എങ്ങനെ ജീവിക്കാം, ഒരു മനുഷ്യന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾക്ക് ഹാപ്പിനെസ്സുമായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ള കാര്യമാണ് ഇതിൽ ഈ ഇൻ്റർവ്യൂവിൽ ആൾ പ്രധാനമായി പറയണത്. ഓക്കെ, ഓർക്കട്ടോ, ഇത് സമ്മറിയാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വായിക്കുമ്പോഴാണ് അവർ ഇങ്ങനത്തെ പോയിന്റുകൾ എലോബറേറ്റ് ചെയ്ത് പറയണത് കാണാം. ഇത് അതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള എന്താ പറയണത് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, ദീപ ഹു കോൾസ് ഹെർസെൽഫ് മോർ ഓഫ് എ സ്പോർട്ട് ആക്ടിവിസ്റ്റ് ദാൻ എ സ്പോർട്സ്മാൻ ഈസ് ഡ്രിവൺ ബൈ ഹർ മിഷൻ ഓഫ് അബിലിറ്റി ബിയോണ്ട് ഡിസേബിലിറ്റി. ഈ ദീപ മാലിക് അവരെ തന്നെ വിളിക്കുന്നത് സ്പോർട്സ് പേഴ്സൺ ആയിട്ടല്ല, ഒരു സ്പോർട്ട് ആക്ടിവിസ്റ്റ് ആയിട്ടാണ്. അതായത് സ്പോർട്ടിലൂടെ ആളുകൾക്ക് പാർട്ടിസിപ്പേഷൻ നേടിക്കൊടുക്കണം, പാരാ അത്ലീറ്റുകൾക്ക് റെക്കഗ്നിഷൻ നേടിക്കൊടുക്കണം. അപ്പോൾ സ്പോർട്സിന് വേണ്ടിയുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ് അവരെ തന്നെ ടേം ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞാനൊരു സ്പോർട്സ്മാൻ അല്ല. സ്പോർട്ടിന് അവകാശങ്ങൾ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയിലുള്ള സ്പോർട്സിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത് എന്നെ തന്നെ. അതുപോലെ തന്നെ അബിലിറ്റി ബിയോണ്ട് ഡിസേബിലിറ്റി എന്നാണ് അവരുടെ മിഷൻ അവർ വിശ്വസിക്കുന്നത്. അതായത് ഡിസേബിലിറ്റിയുടെ അപ്പുറത്ത് നമ്മൾ നമ്മുടെ അബിലിറ്റിയെ പോളിഷ് ചെയ്താൽ മതി. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു അബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളിഷ് ചെയ്താൽ മതി, ഡിസേബിലിറ്റി തനിയെ മറന്ന് പൊക്കോളും.
എന്നാണ് അവരുടെ ഒരു മിഷൻ്റെ വിശ്വാസം. അവരുടെ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ സക്സസ് മാത്രമല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ആക്ടിവിസം ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പേഴ്സണൽ സക്സസ് ബട്ട് അബൌട്ട് ക്രിയേറ്റിംഗ് systematic changes such as improving infrastructure for people with disability and increasing awareness in society. അവർ വെറുതെ ഒരു ആളെ സക്സസ് ആക്കി ഒരു മെഡൽ നേടിക്കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ എന്താണ് അജണ്ട അല്ലെങ്കിൽ അവരുടെ ആക്ടിവിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആ ഒരു ആക്ടിവിസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ, ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ അവരെ കുറിച്ചിട്ടുള്ള ഒരുപാട് അവയർനെസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കണം. അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇങ്ങനെ ചടച്ചൂത്തി വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരാളല്ല. അവർക്കും ഇതേപോലെ പല സ്പോർട്സുകൾ, ഈവൻ ഇപ്പോൾ മേലനങ്ങാത്ത സ്പോർട്സുകളുണ്ട്. നമ്മൾ ചെസ്സ്, അതുപോലെ തന്നെ ടേബിളിലിരുന്ന് കളിക്കുന്ന സ്പോർട്സുകളുണ്ട്. നമ്മളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് യൂട്യൂബിൽ പാരാലിമ്പിക്സ് ഗെയിംസ് കൊണ്ട് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇഷ്ടം പോലെ സ്പോർട്ട് ഇവൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇവൻറ്റുകളിലേക്ക് എല്ലാം ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, സൊസൈറ്റിയിലുള്ള ആ ഒരു പേര് മാറ്റിക്കുക. അങ്ങനെയുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്ന എയിമുകൾ. ഡിസ്പൈറ്റ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻക്ലൂഡിങ് കമൻസ് ഡബ്റ്റിംഗ് ഹെർ പൊട്ടൻഷ്യൽ, ദീപ കണ്ടിന്യൂ ടു പുഷ് ഫോർവേഡ്. ദീപ മാലിക്കിനെ തുടങ്ങിയ സമയത്ത് ഒരുപാട് റെസിസ്റ്റൻസുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു, അതായത് പിന്തിരിപ്പുകൾ. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുക, പരസ്പരം പറയുക, ഇവളെ കൊണ്ട് ഇത് പറ്റുമോ, ഇവളുടെ പൊട്ടൻഷ്യൽ ഇതിന് യോജിച്ചാണോ, അങ്ങനെ ഒരുപാട് പേര് ഇവരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് ഇങ്ങനെ പുഷ് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവർ ഈ പാത്തിലേക്ക് എത്തിയത്. റെപ്രസെൻറ്റിംഗ് പാരാ അത്ലീറ്റ്സ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ആസ് എ റെക്കഗ്നിഷൻ. ഇന്ത്യയിലുള്ള എല്ലാ പാരാ അത്ലീറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവരുടെ റൈറ്റിനും റെക്കഗ്നിഷനും വേണ്ടിയിട്ട്, അവരുടെ അവകാശത്തിനും അവരുടെ നിലനിൽപ്പിനുള്ള ഒരു റെക്കഗ്നിഷൻ, നമ്മൾ പറയില്ല, അംഗീകാരത്തിന് വേണ്ടിയിട്ട് അവർ പൊരുതി അവസാനം ഒരു നല്ലൊരു പൊസിഷൻ നേടിയെടുക്കുകയാണ്. പാരാലിമ്പിക്സിൽ സിൽവർ മെഡൽ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, അത് ഭയങ്കര വലിയൊരു ഒളിമ്പിക്സിൻ്റെ അതേ സെയിം ഉള്ള പ്രോഗ്രാമാണ്. സോ ഇങ്ങനെയുള്ള എല്ലാ സെറ്റ് ബാക്കും നെഗറ്റിവിറ്റികളും ബാഡ് കമൻറ്റുകളും എല്ലാം അവർ പുറകിലാക്കിയിട്ട് അവരുടെ സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവരത് നേടിയെടുത്തത്. ഷീ ഹൈലൈറ്റ്സ് ദ ലാക്ക് ഓഫ് അവയർനെസ് അറൌണ്ട് ഡിസബിലിറ്റി ആൻഡ് ദി അർജന്റ് നീഡ് ഫോർ ബെറ്റർ മോർ ഇൻക്ലൂസീവ് പബ്ലിക് സ്പേസ് ഫ്രം ട്രാൻസ്പോർട്ടേഷൻ ടു സ്റ്റേഡിയം. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന ഒരു സംഭവമാണ് ലാക്ക് ഓഫ് അവയർനെസ് അറൌണ്ട് ഡിസബിലിറ്റിയെ പറ്റിയിട്ട് അവയർനെസ് സൊസൈറ്റിയിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെറ്റർ മോർ ഇൻക്ലൂസീവ് പബ്ലിക് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു മോളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ വരാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് ഒരു ഫ്ലോറിലേക്ക് കയറാം, ലിഫ്റ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ലിഫ്റ്റും റാമ്പൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നത്തെ നമ്മൾ തുടച്ചു നീക്കുക തന്നെ വേണം. അവർക്കും എല്ലാ പബ്ലിക് സ്പേസിലും ഇൻക്ലൂസീവായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മുതൽ സ്റ്റേഡിയം വരെ. അപ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെ കളി കാണുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ കാണുകയാണെങ്കിൽ ഒരു കാലിന് വയ്യാത്ത ഒരാൾ വീൽ ചെയറിൽ വരികയാണെങ്കിൽ ഇപ്പോഴൊക്കെ അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുത്താൻ ആളുകളുണ്ട്. പക്ഷെ ഒരു ടൈമിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ആ പബ്ലിക് സ്പേസിൽ വരില്ല. അപ്പോൾ ഇവർ പറയുകയാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം. പാരാലിമ്പിക് ആയിട്ടുള്ള പാരാ അത്ലീറ്റുകളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു അത്ലീറ്റ് ആവണമെന്നൊന്നുമില്ല, അവരെയും നമ്മൾ സൊസൈറ്റിയിൽ ഒരു പാർട്ടായിട്ട് തന്നെ കാണണം എന്നാണ് അവർ പ്രധാനമായിട്ടും പറയണത്. ദെൻ ദീപ ഓൾസോ നോട്ട്സ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ പാരാ അത്ലീറ്റ്സ്. അതുപോലെ തന്നെ പാരാ അത്ലീറ്റ്സ് ഫേസ് ചെയ്യുന്ന പല ചാലഞ്ചുകളെ കുറിച്ചിട്ടും അവർ പറയുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് കോച്ചുകൾ, ഇവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് എടുത്തിട്ടുള്ള കോച്ചുകൾ വളരെ കുറവായിരിക്കും. അതായത് നോർമൽ ആളുകളെ ട്രെയിൻ ചെയ്യാൻ കോച്ച് ഉണ്ടാവും, പക്ഷേ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാൻ സ്പെഷ്യൽ കോച്ചുകൾ വേണം. അവരുടെ ഫിസിക്കൽ ഇമോഷണൽ നീഡുകൾ കറക്റ്റ് അറിയുന്ന അത്ലീറ്റുകളെ ട്രെയിൻ ചെയ്യണം. ഓക്കെ, ഇവരുടെ ഫിസിക്കൽ സിറ്റുവേഷൻ, അവരുടെ ബോഡി സ്ട്രക്ചറും ഫിസിക്കൽ ഇതും വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ സൈഡും വ്യത്യാസമായിരിക്കും. എന്നിട്ട് ഇവർ പറയുകയാണ് ആൾ റെഡിയാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് അക്കാഡമി പാരാ അത്ലീറ്റ്സിന് വേണ്ടി തുടങ്ങാനായിട്ട്. അപ്പോൾ ഇവർക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പാരാ അത്ലീറ്റ്സുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു അത്ലീറ്റുകളെ ട്രെയിൻ ചെയ്യുന്ന കോച്ചുകൾക്കുള്ള കോച്ചിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവരൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യാണ്. ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പാരാ സ്പോർട്സിൻ്റെ അണ്ടറിൽ ഇവരത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ആൻസറാണ്
അൾട്ടിമേറ്റ് ഗോൾ അവരുടെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഫുള്ളി ആക്സസബിൾ ആൻഡ് ഇൻക്ലൂസീവ് കൺട്രി ആയിട്ട് കാണണം. ഓക്കെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഒരിക്കലും മാറ്റി നിർത്താത്ത, അവർക്ക് എവിടെയും ആക്സസ് ഉള്ള, അവരെ ഇൻക്ലൂസീവായിട്ട് നമ്മളുടെ ഒരു ഭാഗമായിട്ട് നിലനിർത്തുന്ന ഒരു രാജ്യമായിട്ട് കാണുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ക്യാൻ ഫ്രീലി പെർസ്യൂ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, റെക്ടോറിയൽ ആക്ടിവിറ്റീസ്. ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് ഏത് എഡ്യൂക്കേഷനിൽ പഠിക്കാൻ പോകാനും, ഏത് എംപ്ലോയ്മെൻറ്റ് ജോലി ചെയ്യാനും, അതുപോലെ തന്നെ ഏത് റീക്രിയേഷണൽ ആക്ടിവിറ്റികൾ ചെയ്യാനും, അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്പോർട്ടോ അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി അവർക്ക് ചെയ്യാനും, അങ്ങനത്തെ ഒരു ഇന്ത്യ ആണ് ഇവരുടെ ഗോള്. അങ്ങനത്തെ ഒരു ഇന്ത്യയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഗോള്. ഓക്കെ, Diva hopes to empower the specially able community and ensure they have the opportunity and infrastructure to succeed. അവർക്ക് എന്താണ്, സ്പെഷ്യലി ഏബിൾഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റികളും ഇൻഫ്രാസ്ട്രക്ചറുകളും സക്സീഡ് ചെയ്യാനുള്ളത് കൊണ്ടുവരണമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് മേജർ പോയിന്റുകൾ ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്ത മേജർ പോയിന്റുകളെ കുറിച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ മോട്ടിവേഷൻ ഫോർ സ്പോർട്സ്. അപ്പോൾ അതിൽ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വീൽ ചെയറിലുള്ളൊരു പേഷ്യൻറ്റിന് ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരാളെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയേണ്ടത് സ്പോർട്സ് ആണ് അവർക്ക് ഒരു ഐഡൻറ്റിറ്റിയും പർപ്പസും ജീവിതത്തിൽ കൊടുത്തത്. ഓക്കെ, എല്ലാ സൊസൈറ്റിയിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളും ഡിസേബിലിറ്റിയെ കുറിച്ചിട്ടുള്ളത് ബ്രേക്ക് ചെയ്തത് അവർ സ്പോർട്സ് വഴിയാണ്. അപ്പോൾ സ്പോർട്സ് ആണ് അവർക്ക് ഒരു പേഴ്സണൽ മോട്ടിവേഷനായിട്ട് മാറിയത്. ദെൻ അബിലിറ്റി ബിയോണ്ട് ഡിസേബിലിറ്റി, അത് അവരുടെ മിഷനാണ്. ഓക്കെ, അതായത് അബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, ഡിസേബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ. ഓക്കെ, സോ ഈ വാക്കിൽ തന്നെ ഉണ്ട്, ഡിസ് എന്നുള്ളത് എടുത്ത് കളഞ്ഞാൽ അബിലിറ്റി എന്ന് കാണാൻ പറ്റും. സോ അബിലിറ്റിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാവട്ടെ അല്ലാത്ത ആളാവട്ടെ, അതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ചാലഞ്ചസ് ആൻഡ് ആക്ടിവിസം, ഇവരുടെ എന്തൊക്കെ ചാലഞ്ചുകളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ പോയപ്പോൾ. സ്പോർട്സ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറയുക, പാരാ അത്ലീറ്റ്സ്, ഇതാണ് ഇൻസഫിഷ്യൻറ്റ് സപ്പോർട്ട് ഫോർ പാരാ അത്ലീറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സൊസൈറ്റിയിൽ സ്റ്റിഗ്മ, ഒരുപാട് സൊസൈറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നു. അങ്ങനത്തെ ചാലഞ്ചുകൾ, ആക്ടിവിസംസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അവയർനെസ്, ഒരുപാട് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇന്ത്യയിലില്ല. ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ തന്നെ കയറി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറി പോകണമെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കുക, റാമ്പ് ഉണ്ടാവില്ല, ലിഫ്റ്റ് ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവയർനെസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റുകൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ്. നിങ്ങൾക്കത് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റേഡിയംസ് ആൻഡ് ആക്സസിബിലിറ്റി, നമ്മൾ മുന്നേ പറഞ്ഞു തന്നെയാണ്, സ്റ്റേഡിയംസും അതിലേക്കുള്ള ആക്സസുകളും ഇമ്പ്രൂവ് ചെയ്യുക. പാരാ സ്പോർട്സ് ഫണ്ടിങ് ഇഷ്യൂസ്, അതെ, നോർമൽ സ്പോർട്സിന് തന്നെ പല ഫണ്ടുകളും കിട്ടാറില്ല. കുട്ടികൾക്ക് ട്രെയിനിങ്, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട ജേഴ്സി, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഒന്നും അവരുടെ കാശിൽ നിന്ന് എടുക്കുന്നത് വളരെ റെയർ ആയിരിക്കും. അവർ പിന്നെ അത്രയും റെയർ ആയിട്ടുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്താലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫണ്ടിങ് ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവർ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്പെഷ്യലായിട്ടുള്ള കോച്ചുകൾ വേണം. ഓക്കെ, അല്ലാണ്ട് മറ്റേ സാധാ ആളുകൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇവരെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അവൈലബിലിറ്റി കുറവിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി, അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സമ്മറിയുടെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സൊസൈറ്റി, അല്ലെങ്കിൽ എല്ലാ ഡിസേബിൾഡ് ആളുകൾക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരുമിച്ച് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ ഷോർട്ട് പുട്ടാണ് ഇവരുടെ ഐറ്റം എന്ന് പറഞ്ഞു. ദെൻ അതിലുള്ള ഒരു പേഴ്സണൽ ജേർണി. ഓക്കെ, അവർ ആദ്യം ജാവലിനിലാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഷോർട്ട് പുട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ എത്രത്തോളമാണ് അവരതിലേക്ക് വരാണ്ടായ കാരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഓവറോൾ ഇതൊരു സ്പോർട്സ് ഡോക്യുമെൻ്ററി പോലെയാണ്. സ്പോർട്സ് ആക്ടിവിസം പ്രൊമോട്ട് ചെയ്യുന്ന, സോഷ്യൽ ചാലഞ്ച് പ്രൊമോട്ട് ചെയ്യുന്ന, അവർ കൂടുതൽ എന്താണ് പാരാലിമ്പിക് ആയിട്ടുള്ള ആളുകൾ, പാരാ അത്ലീറ്റുകളായ ആളുകളെ നമ്മൾ ഇൻക്ലൂസീവ് ആൻഡ് സപ്പോർട്ടീവ് എൻവറോൺമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് ആൾ പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഇൻ്റർവ്യൂ ആണ് കേട്ടോ. സോ ഇതെല്ലാമാണ് ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ. ഓക്കെ.